हेलो एवरीवन। आई हैव डिसाइडेड टू कम बैक टू इंडिया। यस, मैं अपने देश अपने घर इंडिया वापस आ रहा हूँ एजुकेशन मिनिस्टर धर्मेंद्र प्रधान का रेजिग्नेशन मांगने के लिए। इतने दिन से आप सब देख ही रहे हो कि हम सोशल मीडिया पर आवाज उठा रहे हैं कि पेपर लीक के कारण जिन नीट के बच्चों ने सुसाइड की और जो लाखों स्टूडेंट्स की मेहनत बर्बाद हुई है, उसके लिए तो धर्मेंद्र प्रधान को रिजाइन करना ही चाहिए। 8 लाख बच्चों ने हमारी पिटीशन साइन की है। करोर्स ऑफ पीपल हैव सपोर्टेड दिस डिमांड ऑन सोशल मीडिया एज वेल। एंड नॉट जस्ट दैट, देश में कई सारी जगहों पर इसको लेकर प्रोटेस्ट भी तो हो रहे हैं, जैसे लखनऊ, जयपुर, महाराष्ट्र, दिल्ली। लेकिन फिर भी इनको कोई फर्क नहीं पड़ रहा। आज नीट के 22 लाख स्टूडेंट्स, सीबीएसई के 17 लाख स्टूडेंट्स, सीयूईटी के 16 लाख स्टूडेंट्स और एसएससी जीडी के 40 लाख स्टूडेंट्स, ऐसे 1 करोड़ से ज्यादा स्टूडेंट्स हैं जिनकी जिंदगी के साथ मजाक किया गया है सिस्टम द्वारा। इसकी वजह से स्टूडेंट्स बहुत ही ज्यादा एंशियस और परेशान है अपने फ्यूचर को लेकर। किसी को तो इसकी जिम्मेदारी लेनी होगी। इतने बड़े ब्लंडर के बाद भी अगर एजुकेशन मिनिस्टर रिजाइन नहीं करते तो इसका मतलब इस देश में अकाउंटेबिलिटी नाम की कोई चीज बची ही नहीं है। ऐसा लगता है कि सिस्टम जितनी चाहे उतनी गलतियां कर सकता है और उसके लिए कोई कॉन्सिक्वेंसेस है ही नहीं। सारे कॉन्सिक्वेंसेस स्टूडेंट्स के लिए है। ऐसा कब तक चलेगा? इसलिए अब वक्त आ चुका है, हम सबको साथ आना होगा और भारत के संविधान के रास्ते पर चलते हुए पीसफुली अपनी आवाज उठाकर धर्मेंद्र प्रधान के रेजिग्नेशन की डिमांड करनी होगी। अगर हम सब साथ मिलकर आवाज उठाएंगे तो जरूर इनको हमारी बात माननी होगी। मैंने डिसाइड किया है, मैं 6 जून सैटरडे सुबह दिल्ली आऊंगा। आप सब मुझे एयरपोर्ट पर मिलिए। हम सब मिलकर पार्लियामेंट स्ट्रीट पुलिस स्टेशन जाएंगे और वहां पर जंतर मंतर पर एक पीसफुल प्रोटेस्ट करने के लिए परमिशन मांगेंगे। इंडिया का कॉन्स्टिट्यूशन हमें राइट देता है कि गलत के खिलाफ हम पीसफुल तरीके से अपनी आवाज उठा सकते हैं। उसी कॉन्स्टिट्यूशन के अकॉर्डिंग हम अपनी आवाज उठाएंगे और मैं उम्मीद करता हूं जितने भी കോക്രോച്ച് जनता पार्टी के सपोर्टर्स है और जितने भी स्टूडेंट्स ഒരു പക്ഷേ ഇതൊരു തുടക്കമായിരിക്കാം. നമ്മൾ നേപ്പാളിൽ കണ്ടത്, നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടത്, നമ്മൾ ശ്രീലങ്കയിൽ കണ്ടത്, ആ കണ്ടതിൻ്റെ ഒരു തുടർച്ച അല്ലെങ്കിൽ അതേ മാതൃകയിൽ, തുടർച്ച എന്നൊന്നും പറയാൻ കഴിയില്ല, എന്നാലും അതുപോലെ ഒരു മാതൃക, യുവജനത വിപ്ലവം തീർത്തതിൻ്റെ മാതൃക അത് ഈ രാജ്യത്തും സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂചനകൾ നരേന്ദ്രമോദിക്കും സംഘ് പരിവാറിനും നേരത്തെ ലഭിച്ചിട്ടുണ്ട്. അതാണല്ലോ രാജ്യസുരക്ഷയുടെ പേര് പറഞ്ഞുകൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സോഷ്യൽ മീഡിയ എക്സിലെ ഹാൻഡിൽ പൂട്ടാൻ പോലും അവർ മടി കാണിക്കാതിരുന്നത്, അല്ലേ? കാരണം എന്തായിരുന്നു പറഞ്ഞത്? രാജ്യസുരക്ഷക്കെതിരാണ്. രാജ്യസുരക്ഷക്കെതിരാണോ അതോ നരേന്ദ്രമോദിയുടെ അധികാരത്തിനെതിരാണോ, അധികാരത്തിന് ഭീഷണിയാണോ? എന്താണ്? തീർത്തും രാജ്യസുരക്ഷക്കെതിരല്ല, മറിച്ച് നരേന്ദ്രമോദിയുടെ അധികാര കസേരക്കുള്ള ഭീഷണിയാണ്. ആ ഭീഷണി ഒന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾക്കടക്കം പൂട്ടിട്ടിരിക്കുന്നത്. എന്നാൽ ഇത്രയും ദിവസം സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലായിരുന്നു കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ശബ്ദം ഉയർന്നു കേട്ടതെങ്കിൽ വരും ദിവസങ്ങളിൽ രാജ്യത്തിൻ്റെ തെരുവോരങ്ങളിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ശബ്ദം ഉച്ചത്തിൽ ആവേശത്തിൽ മുഴങ്ങാൻ പോവുകയാണ്. വരുന്ന ജൂൺ 6-ാം തീയതി, അതായത് വരുന്ന 6-ാം തീയതി, ഈ ശനിയാഴ്ച ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ ഒരു പ്രതിഷേധം, സമാധാനപരമായ പ്രതിഷേധം, എടുത്തു പറയുന്നു, സമാധാനപരമായ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു. കൃത്യമായിട്ട് രാജ്യത്തെ വളർന്നു വരുന്ന യുവതലമുറയുടെ ഭാവിയെ കട്ടപ്പുകയാക്കി മാറ്റിയ നരേന്ദ്രമോദി സർക്കാരിനെതിരെ, നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ നയത്തിനെതിരെ, CBSE പരീക്ഷ എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഏതൊരു കുട്ടിക്കും ലഭിക്കേണ്ട പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുന്ന അവകാശത്തെ അട്ടിമറിക്കപ്പെട്ടുകൊണ്ട്, CBSE പരീക്ഷയടക്കം അട്ടിമറിക്കപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നു. നീറ്റ് പരീക്ഷ അട്ടിമറിച്ചുകൊണ്ടുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നു. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ പരിശ്രമങ്ങൾ, അവരുടെ കഠിനാധ്വാനങ്ങൾ വെറുതെയായി എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്, അല്ലേ? 12ാം ക്ലാസ്സുകാരനായ ഒരു വിദ്യാർത്ഥി പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് വന്നു നോക്കുമ്പോൾ ഫിസിക്സിൽ തോറ്റിരിക്കുന്നു. റീവാലുവേഷന് നൽകി, ഉത്തരക്കടലാസ് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അപേക്ഷ നൽകി. വന്നു നോക്കുമ്പോൾ താൻ എഴുതിയ ഉത്തരക്കടലാസ് അല്ല തൻ്റെ പേരിൽ ഉള്ളത് എന്ന് പറഞ്ഞാൽ പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിൽ പോലും
രാജ്യത്തെ വിദ്യാഭ്യാസ രംഗം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു, ക്രമക്കേടുകളുടെ കൂമ്പാരമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ രാജ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ ചിലർക്കൊക്കെ പൊള്ളും, ചിലരുടെയൊക്കെ ഉറ്റ സുഹൃത്താണ്. ചിലരൊക്കെ പലരെയും രാത്രിക്ക് രാത്രി മുണ്ടിട്ട് കൊണ്ടുപോയി ഈ ധർമ്മേന്ദ്ര പ്രധാനുമായി കൂടിക്കാഴ്ച നടത്താൻ കേരളത്തിലുള്ള പലരെയും രാത്രിക്ക് രാത്രി തലയിൽ മുണ്ടിട്ട് കൊണ്ടുപോയ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ആ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോക്രോച്ച് ജനതാ പാർട്ടി ഈ വരുന്ന ശനിയാഴ്ച ജന്തർ മന്ദിറിൽ പ്രതിഷേധം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനിപ്പോൾ നിലവിൽ പോലീസിൻ്റെ അനുമതിയോ രാജ്യത്തെ ഭരണകൂടത്തിൻ്റെ അനുമതിയോ ഒന്നും ലഭിച്ചിട്ടില്ല. ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകനായിട്ടുള്ള അഭിജിത് ദീപ്കെ, അദ്ദേഹം വിദേശത്താണുള്ളത്. വരുന്ന ശനിയാഴ്ച രാവിലെ അദ്ദേഹം ഡൽഹി എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ട് പിന്നെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും, അവിടെ ചെന്ന് പെർമിഷൻ ചോദിക്കും എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കറിയില്ല ഈ പ്രതിഷേധം നടക്കുമോ എന്ന്. കാരണം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് ഹാൻഡിൽ പൂട്ടാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടുണ്ടെങ്കിൽ, അതിന് രാജ്യസുരക്ഷയുടെ മാനദണ്ഡം അതിൻ്റെ മുകളിൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒരുപക്ഷെ അഭിജിത് ദീപ്കെ വന്നിറങ്ങിയാൽ ഒരു പക്ഷേ ഉടനടി കസ്റ്റഡിയിൽ എടുക്കുവാനും ചില ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അതൊന്നുമല്ലെങ്കിൽ രാജ്യം കണ്ട പുതിയ ഒരു വിപ്ലവത്തിൻ്റെ തുടക്കമായിരിക്കും വരുന്ന ശനിയാഴ്ച ജന്തർ മന്ദിറിൽ ആരംഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൃത്യമായിട്ട്. കാരണം രാജ്യത്തെ യുവജനങ്ങൾ, അതിൽ വിദ്യാസമ്പന്നരായ ആളുകൾ, ഈ പറയുന്ന പശുവിൻ്റെ പിന്നാലെയും ചാണകത്തിന് പിന്നാലെയും മൂത്രത്തിന് പിന്നാലെയും പോകുന്ന ആളുകളല്ല, മറിച്ച് വിദ്യാസമ്പന്നരായ ആളുകൾ, അവർ വലിയ രീതിയിൽ അസ്വസ്ഥരാണ്. കാരണം പരിശ്രമിച്ചും കഠിനാധ്വാനം ചെയ്തും വലിയ തയ്യാറെടുപ്പുകൾ നടത്തിയും നീറ്റ് പരീക്ഷ എഴുതി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ആ പരീക്ഷ റദ്ദാക്കപ്പെടുന്ന സ്ഥിതിവിശേഷം. CBSEയിൽ ബോർഡ് എക്സാം, 12ാം ക്ലാസ്സിലെ ബോർഡ് എക്സാം എഴുതിയിട്ട് പുറത്തിറങ്ങിയിട്ട് റിസൾട്ട് വരുമ്പോൾ താൻ എഴുതിയ ഉത്തരക്കടലാസ് എവിടെയാണെന്ന് കാണാൻ പോലുമില്ല. അങ്ങനെ ആത്മഹത്യകൾ, ഇതിൻ്റെ പേരിൽ രാജ്യം എത്ര ആത്മഹത്യകളെ കണ്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ. എത്ര പേരുടെ ജീവൻ നഷ്ടമായി, എത്ര പേരുടെ അധ്വാനം വെറുതെയായി. നിങ്ങളൊരു കാര്യം ആലോചിക്കണം. CBSE 12ാം പരീക്ഷ, അതുപോലെ അത് കഴിഞ്ഞുള്ള നീറ്റ് പരീക്ഷ, ഓരോ വിദ്യാർത്ഥിയുടെയും വളർന്നു വരുന്ന തലമുറയുടെ നെക്സ്റ്റ് ജനറേഷൻ്റെ ഒരു ടേണിംഗ് പോയിന്റാ 12ാം ക്ലാസ് പരീക്ഷ പാസ്സാവുക, അതോടൊപ്പം എൻട്രൻസ് എക്സാമുകൾ പാസ്സാവുക, എന്നിട്ട് ജീവിതത്തിൻ്റെ പുതിയ വഴിത്തിരിവിലേക്ക് ചുവട് വെക്കുക. ഇത് രണ്ടും അട്ടിമറിക്കപ്പെട്ടിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു തലമുറ വിദ്യാസമ്പന്നരാകാതിരിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടും പഠിച്ചും അധ്വാനിച്ചും എൻട്രൻസ് പരീക്ഷകളെ സമീപിക്കുന്ന ആളുകൾക്ക് യാതൊരു വിലയുമില്ല. അവൻ്റെ കഠിനാധ്വാനത്തിന് വിലയില്ല, അത്തരം വിദ്യാർത്ഥികളുടെ കഷ്ടപ്പാടിന് വിലയില്ല, അവൻ ഉറക്കമൊഴിച്ച് പഠിച്ചതിന് വിലയില്ല, അവൻ സോഷ്യൽ മീഡിയ ഒഴിവാക്കിയതിന് വിലയില്ല, അവൻ്റെ അധ്വാനങ്ങൾക്ക് വിലയില്ല, അവൻ്റെ മാതാപിതാക്കളുടെ കഷ്ടപ്പാടുകൾക്ക് വിലയില്ല, അവൻ്റെ മാതാപിതാക്കൾ ചെലവഴിച്ച പണത്തിന് വിലയില്ല, ഒന്നിനും വിലയില്ല. എന്നിട്ട് ഒരു കഷ്ടപ്പാടുമില്ല, ഒരു ഉറക്കൊഴിക്കലുമില്ല, ഒരു അധ്വാനവുമില്ല. കൃത്യമായിട്ട് എൻട്രൻസ് എക്സാമുകളുടെ ചോദ്യപേപ്പറുകൾ ചോർത്തി നൽകുകയാണ്. കൃത്യമായിട്ട് ബോർഡ് എക്സാമുകളിൽ എഴുതിയ പേപ്പറുകൾ അട്ടിമറിക്കപ്പെടുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇത് സംഭവിക്കാൻ പോകുന്നത്, നമ്മൾ കാണാൻ പോകുന്നത്, നമ്മുടെ കേരളത്തിൽ അങ്ങനെ കുറേ എണ്ണങ്ങളുണ്ട് ഡോക്ടറേറ്റും ഡിഗ്രിയും ഒക്കെ സ്കൂളിലും കോളേജിലും ഒന്നും പോകാതെ, പരീക്ഷ പോലും എഴുതാതെ ഡിഗ്രി പാസ്സായ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെ തന്നെ രാജ്യത്തൊന്നടങ്കം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഈ എൻട്രൻസ് എക്സാമുകളൊക്കെ എഴുതി പാസ്സായി ഇവരൊക്കെയാണ് രാജ്യത്തിൻ്റെ ഭരണസിരാ കേന്ദ്രങ്ങളിലേക്ക് എത്തേണ്ടത്. അവിടെ കൃത്യമായിട്ട് ഇത്തരം പരീക്ഷകളെ അട്ടിമറിക്കപ്പെട്ട് ചോദ്യപേപ്പറുകൾ ചോർത്തി നൽകി അതിലൂടെ ക്രമക്കേടുകൾ നടത്തി പാസ്സായി വരുന്ന ആളുകൾ ഭരണചക്രത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഈ രാജ്യത്തിൻ്റെ അവസ്ഥ എന്തായി മാറും? അപ്പം എന്താണെങ്കിലും രാജ്യത്ത് വരുന്ന തലമുറക്ക് അവരുടെ അധ്വാനത്തിന്, അവരുടെ വിദ്യാഭ്യാസത്തിന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല എന്ന് മാത്രമല്ല, ഇതിനൊന്നും
ഉത്തരവാദിയായിട്ട് ഒരു മനുഷ്യനുമില്ല, ആർക്കും യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം ഈ കഴിഞ്ഞ CBSE പരീക്ഷ അട്ടിമറിക്കപ്പെട്ടിട്ട് അതിന് ആരെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? ആരെങ്കിലും ഉത്തരവാദിയാണോ? എൻട്രൻസ് എക്സാം, നീറ്റ് എക്സാം അട്ടിമറിക്കപ്പെട്ടു. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ, അല്ലേ? രാജ്യത്ത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഈ നീറ്റ് എക്സാമിൽ പങ്കെടുത്തത്. അവരുടെയൊക്കെ ഈ പറയുന്ന അധ്വാനത്തിന് എന്തെങ്കിലും വിലയുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ കൃത്യമായിട്ട് വരുന്ന തലമുറയുടെ ഭാവി പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയിട്ട് രാജ്യം നേരിട്ട് കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധി, ഇന്ധനക്ഷാമം, പണപ്പെരുപ്പം, രൂപയുടെ മൂല്യത്തകർച്ച എന്ന് വേണ്ട രാജ്യം നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും അവഗണിച്ചുകൊണ്ട് പശുവിനും ബീഫിനും പിന്നാലെ പോയി മുസ്ലിമിനെയും ഹിന്ദുവിനെയും തമ്മിലടിപ്പിക്കുന്ന ഈ രാഷ്ട്രീയം, അതാണോ നമ്മുടെ നാട്ടിൽ വേണ്ടത്? രാജ്യത്തിൻ്റെ ഭാവി ഒരു രീതിയിലും സുരക്ഷിതമല്ല. രാജ്യത്തെ സാമ്പത്തിക മേഖല തകർന്ന് തരിപ്പണമായിരിക്കുന്നു. രാജ്യത്ത് അതിഗുരുതരമായ ഇന്ധനക്ഷാമം നേരിട്ട് കൊണ്ടിരിക്കുന്നു. എന്തിന് ഇന്നിപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദിവസം വാണിജ്യ സിലിണ്ടറിൻ്റെ വിലയിൽ വീണ്ടും വർധനവ് വരുത്തിയിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലാണ് 993 രൂപ വർദ്ധിപ്പിച്ചത്. ഇന്ന് വീണ്ടും സിലിണ്ടറിന് മുകളിൽ 40 രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരാഴ്ചക്കിടയിലെ വാണിജ്യ സിലിണ്ടറിൻ്റെ വിലയിൽ വർധനവുണ്ടായിരിക്കുന്നത് 1000 രൂപയിലും മുകളിലാണ്. അപ്പോൾ ഇത്തരം പ്രതിസന്ധികളെ നേരിടാൻ യാതൊരു സൊല്യൂഷനുമില്ല, ഒരു പദ്ധതികളുമില്ലാതെ രാജ്യത്ത് പശുവിനെയും ബീഫിനെയും മുസ്ലിമിനെയും ഹൈന്ദവൻ്റെയും പേരിൽ രാഷ്ട്രീയം കളിക്കുന്ന ഭരണാധികാരികളല്ല നമുക്ക് വേണ്ടത്, അല്ലേ? അപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി, സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായ കോക്രോച്ച് ജനതാ പാർട്ടി എന്ത് ചെയ്യുന്നു? വീണ്ടും തെരുവിലേക്ക് ഇറങ്ങാൻ പോകുന്നു. ആദ്യമായിട്ട് വരുന്ന ജൂൺ 6 ജന്തർ മന്ദറിൽ. ഇനി ജൂൺ 6 കഴിയുമ്പോൾ നമുക്ക് പറയാൻ കഴിയും ജന്തർ മന്ദറിൽ അങ്ങനെ ഒരു പ്രതിഷേധം നടന്നാൽ. കാരണം അക്കാര്യത്തിൽ എനിക്ക് യാതൊരു ഉറപ്പുമില്ല പറയാൻ. ഒരു സോഷ്യൽ മീഡിയ, ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പോലും രാജ്യസുരക്ഷയ്ക്കെതിരാണെന്ന് പറഞ്ഞ് പൂട്ടിപ്പിച്ച കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയും സംഘപരിവാറും അവർ ഇതേ സോഷ്യൽ മീഡിയയിൽ തടിച്ചുകൂടിയ ആയിരങ്ങൾ ജന്തർ മന്ദറിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് അനുവാദം നൽകുമോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. ശനിയാഴ്ച രാവിലെ ഇന്ത്യയിലെത്തുന്ന അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ, അയാൾക്ക് ഈ എയർപോർട്ട് ടെർമിനൽ വിട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുമോ എന്നുള്ളതും സംശയമാണ്. നടന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇന്ത്യ കാണാൻ പോകുന്ന ഒരു വിപ്ലവത്തിൻ്റെ തുടക്കമായിരിക്കും ഇത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.